കോട്ടയത്തെ പ്രശസ്തമായ ചാറക്കൽ തറവാട്ടിലെ ഏക പെൺതരിയാണ് ഡെയ്സി. ഡെയ്സിയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ഇളയത്. ഡെയ്സിക്ക് മുകളിൽ 3 ചേട്ടന്മാരുള്ളത്. ഏക പെൺതരി ആയതുകൊണ്ട് എല്ലാ ലാളനയും ഏറ്റുവാങ്ങിയായിരുന്നു ഡെയ്സിയുടെ ബാല്യവും കൗമാരവും എല്ലാം. ഡെയ്സിയുടെ അപ്പൻ അവരീത് മുതലാളിക്ക് നല്ല സ്വത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഡെയ്സിക്ക് ഒന്നിനും ഒരു പഞ്ഞവും ഉണ്ടായില്ല. ഡെയ്സി ഇപ്പോൾ മിഡ് 40 ആണ്. പക്ഷേ ആളെ കണ്ടാൽ അത്രയും വയസ്സൊന്നും പറയില്ല. ഡെയ്സിയുടെ വീട്ടിൽ ഭർത്താവ് ടോമി. ടോമിയെ സ്നേഹത്തോടെ ടോമിച്ചൻ എന്ന് വിളിക്കും. ടോമിച്ചൻ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഒരു മകൻ ഫിബിൻ. ഫിബിൻ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഡെയ്സിയുടെയും ടോമിയുടെയും ഒരു പ്രണയവിവാഹമായിരുന്നു. മമ്മിയും പപ്പയും അവരുടെ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് ഫിബിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടാണ് ഫിബിൻ വളർന്നത്. പപ്പ ഗൾഫിലാണെങ്കിലും എല്ലാ ദിവസവും വൈകിട്ട് വിളിക്കും. അവർ രണ്ടുപേരുമുള്ള സംസാരം കേൾക്കുമ്പോൾ ഫിബിനെ അവർ ഇപ്പോഴും പ്രണയത്തിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് പഠിത്തത്തിൽ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായിരുന്നു ഡെയ്സി. അതുകൊണ്ട് തന്നെ ഡെയ്സിക്ക് നല്ല കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. ഡിഗ്രി പഠിക്കാൻ ഡെയ്സി അവറാച്ചൻ അവരുടെ തന്നെ പാരലൽ കോളേജിലാണ് ചേർത്തത്. ആ സമയത്ത് ജോലിയൊന്നും ആകെ നടന്നിരുന്ന ടോമിച്ചൻ വട്ടത്തേരവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാരലൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അവിടെ വെച്ചാണ് ടോമിച്ചൻ ഡെയ്സിയെ കാണുന്നത്. കാണാൻ നല്ല സുന്ദരിയായ ഡെയ്സിയെ ടോമിച്ചന് ഒറ്റ നടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതുവരെ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ക്ലാസ് എടുക്കാൻ വന്നിരുന്ന ടോമിച്ചൻ ഡെയ്സിയെ കണ്ടതോടെ സ്ഥിരമായി ക്ലാസ് എടുക്കാൻ വരാൻ തുടങ്ങി. കോളേജിലെ പ്രിൻസിപ്പളും ടോമിച്ചനോട് ഒരുപാട് നാളുകളായി പറയുന്നത് സ്ഥിരമായി വരാൻ. ടോമിച്ചനാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞു വരാൻ. മുതലാളിയുടെ മകളാണ് ഡെയ്സി, അതുകൊണ്ട് അവളെ ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചോളാമെന്ന്. ടോമിച്ചൻ്റെ ആണെങ്കിൽ 2 കണ്ണും ഡെയ്സിയുടെ മേത്തായിരുന്നു. ഡെയ്സിയും ടോമിച്ചൻ്റെ കരുതലും സ്നേഹവും ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. പോകെ ഡെയ്സിയും പലപ്പോഴും ക്ലാസ്സിനേക്കാൾ കൂടുതൽ ക്ലാസ് എടുത്തിരുന്ന സാറിനെയാണ് ശ്രദ്ധിച്ചിരുന്നത്. അത് പതിയെ അവളുടെ മനസ്സിൽ പ്രണയമായി മാറി. ആ പ്രായത്തിൽ തന്നെ നല്ലൊരു സുന്ദരി തന്നെയായിരുന്നു ഡെയ്സി. ഡെയ്സിക്ക് തന്നോടുള്ള പ്രണയം പറഞ്ഞ ടോമിച്ചിന് വലിയ സന്തോഷമായി. പതിയെ അവർ രണ്ടുപേരും പ്രണയത്തിലായി. ആദ്യമേ മുതൽ തന്നെ ഡെയ്സിയുടെ ആ സൗന്ദര്യം ടോമിച്ചിന് വലിയ കാര്യമായിരുന്നു. പ്രണയത്തിലായതിൽ പിന്നെ ഡെയ്സിയെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ലാതെ ക്ലാസ്സിന് ശേഷം സ്പെഷ്യൽ ക്ലാസ് എടുത്ത് ടോമിച്ചിൻ ഡെയ്സിയെ പലതും പഠിപ്പിച്ചു. ഡെയ്സിയുടെ ജീവിതത്തിൽ ആദ്യ പ്രണയമായിരുന്നു ടോമിച്ചൻ. വലിയ ലോകപരിചയമില്ലാത്ത ഡെയ്സി ഒരാണിൻ്റെ സ്നേഹം അറിയുന്നത് ടോമിച്ചിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ടോമിച്ചിൻ്റെ സ്നേഹത്തിൽ അവൾ മയങ്ങിപ്പോയിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ഡെയ്സിക്ക് ടോമിച്ചിനെ വിട്ട് നിൽക്കാൻ പറ്റാതായി. അപ്പോഴേക്കും അവരുടെ കാര്യം വീട്ടിൽ അറിഞ്ഞതും ടോമിച്ചിൻ്റെ വീട്ടിൽ വലിയ ചുറ്റുപാടില്ലാത്തതുകൊണ്ട് അവരുടെ റിലേഷൻ ഡെയ്സിയുടെ അപ്പച്ചനെ അവരാണ് എതിർത്തു. അന്നേരത്തെ ചോരത്തിളപ്പിനെ ഡെയ്സി വീട് വിട്ട് തന്നെയൊക്കെ പ്രായത്തിൽ 10 വയസ്സ് മൂത്ത ടോമിച്ചിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ആ ഒരു ഒളിച്ചോട്ടം ഒരു വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിയത് ചാർക്കൽ തറവാട്ടിൽ. ഡെയ്സിയുമായി ടോമിച്ചിന് നാട് വിട്ടു പോകേണ്ടി വന്നു. നാട്ടിൽ നിന്നാൽ ഡെയ്സിയുടെ വീട്ടുകാർ തന്നെ വെച്ചേക്കില്ല എന്ന് ടോമിച്ചിന് നന്നായി അറിയാം. ടോമിച്ചിൻ്റെ ചുറ്റുപാട് വളരെ മോശമായിരുന്നെങ്കിലും ടോമിച്ചിൻ തന്നെ കൊണ്ടാകുന്ന പോലെ ഡെയ്സിയെ നോക്കി അവർ പല സ്ഥലങ്ങളിൽ താമസിച്ചു. നാട്ടിൽ നിന്നാൽ വലിയ ഗുണമില്ലെന്ന് കണ്ട് ടോമിച്ചിനെ ഗൾഫിൽ പോകാൻ തുടങ്ങി. ദൈവമായിട്ടാണ് അപ്പോൾ ടോമിച്ചിന് ഒരു നല്ല അവസരം കൊണ്ടുകൊടുത്തു. ടോമിച്ചൻ ഗൾഫിലേക്ക് പെട്ടി കെട്ടുമ്പോൾ ഡെയ്സി ഒരു മാസം ഗർഭിണിയായിരുന്നു. ടോമിച്ചൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരെയും കണ്ട് യാത്ര പറയാനായിട്ട് ഗർഭിണിയായിരുന്ന ഡെയ്സിയെ ഒളിച്ചോടിയതിനു ശേഷം നാട്ടിൽ ചെന്നിരുന്നു. തനിഷ്ടത്തിന് ഇറങ്ങിപ്പോയതുകൊണ്ട് ഡെയ്സി ഗർഭിണിയായിട്ടും അവർ വീട്ടിൽ കയറ്റിയില്ല. പുകഞ്ഞ പുറത്ത് നിന്നായിരുന്നു അവരുടെ കഷ്ടപ്പാട്. ടോമിച്ചൻ ഗൾഫിലെത്തി 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഫിബിൻ ജനിച്ചു. ഫിബിൻ വളർന്നു വന്നപ്പോഴേക്കും ടോമിച്ചിനും ഗൾഫിൽ നിന്ന് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഫിബിനെ അവർ വളർത്തിയത്. ടോമിച്ചൻ 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരുമെങ്കിലും ഡെയ്സി പിന്നെ ഒന്നിനെ പറ്റില്ല. ടോമിച്ചിനുമായുള്ള കല്യാണത്തിന് ശേഷം ഡെയ്സിയുടെ വീട്ടുകാരുമായി ഒരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫിബിൻ വലുതായി +2 ആയപ്പോൾ ആണ് ഡെയ്സിയുടെ അപ്പച്ചൻ അവൻ മരിക്കുന്നത്. അന്നാണ് ഫിബിൻ മമ്മിയുടെ വീട്ടിൽ ആദ്യമായി പോകുന്നത്. ടോമിച്ചൻ ഡെയ്സിയെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഡെയ്സിയുടെ വീട്ടുകാർ പറ്റുന്ന രീതിയിലെല്ലാം അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. സമൂഹത്തിൽ ആകെ ഒരു അവഗണനയായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ഫിബിൻ പഠിക്കാൻ പോകാനായപ്പോൾ കോട്ടയം ജില്ല തന്നെ വിട്ടു. ടോമിച്ചിൻ്റെ അമ്മയെയും കൂടി ഡെയ്സി എറണാകുളത്തായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ മാമയുടെ വീട്ടുകാരെ ആരെയും ഫിബിന് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. മാമയുടെ വീട്ടുകാരുടെ ഇപ്പോഴത്തെ ചുറ്റുപാട് കണ്ട് ഫിബിൻ്റെ കണ്ണ് തള്ളി. അവരെല്ലാം ഇപ്പോൾ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അപ്പച്ചൻ്റെ മരണശേഷം ഡെയ്സി അവരുമായി ഒരടുപ്പമുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടന്മാർ ഡെയ്സിയെ കൂടി വിളിക്കാൻ തുടങ്ങി. ഡെയ്സിയുടെ ചേട്ടന്മാർ 3 പേരും അപ്പച്ചനുണ്ടാക്കി സ്വത്ത് വെച്ച് ഇപ്പോൾ ഹർബോളത്തോടെയാണ് ജീവിക്കുന്നത്. ഡെയ്സി അന്വേഷണത്തിന് പോയതുകൊണ്ട് അവരുടെ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ വീട്ടിൽ നിന്നും ഒന്നും ഡെയ്സിക്ക് കൊടുത്തില്ല. എല്ലാം ചേട്ടന്മാർക്ക് ഭാഗിച്ചു കൊടുത്തു. ആ പ്രായത്തിൽ സ്വരത്തലപ്പിന് ടോമിച്ചിൻ്റെ കൂടെ വന്ന ഡെയ്സി ജീവിതത്തിലെ കൈപ്പുരസമെല്ലാം നന്നായി അറിഞ്ഞു. അതിനർത്ഥം ടോമിച്ചൻ ഡെയ്സിയെ നോക്കുന്നില്ല എന്നല്ല. പക്ഷേ അതൊരിക്കലും അവറാച്ചൻ അവളെ നോക്കിയതുപോലെ ആയിരുന്നില്ല. ഡെയ്സിയുടെ മനസ്സിൽ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അപ്പച്ചൻ തനിക്ക് എന്തെങ്കിലും തരുമെന്നുണ്ടായിരുന്നു. പക്ഷേ വാശിക്കാരനായി അവറാച്ചൻ അതും ചെയ്തില്ല. ഡെയ്സിക്ക് അത് അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. ഡെയ്സി ടോമിച്ചിനോട് കേസ് കൊടുത്തു. എൻ്റെ ഭാഗം വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ അഭിമാനിയായി ടോമിച്ചൻ അതിന് നിന്നില്ല. അപ്പോൾ എൻ്റെ സ്വത്തില്ലാതെ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്നായിരുന്നു ടോമിച്ചിൻ്റെ നിലപാട്. ചേട്ടന്മാരുടെ ഇപ്പോഴത്തെ പ്രതാപമൊക്കെ കണ്ട ഡെയ്സിക്ക് ഇപ്പോൾ അവരോട് ഒരു അസൂയമുണ്ട്. ഡെയ്സി വീട്ടിൽ പോകുമ്പോൾ ചേട്ടന്മാരാണ് ജോലി നടത്തുന്നത് കാണുമ്പോൾ അവരോട് നല്ല കുശുമ്പ് തോന്നി തുടങ്ങി അവൾക്ക്. തറവാട് ഇപ്പോൾ ചേട്ടന്മാരാണ് ഭരിക്കുന്നത് എന്നാണ് ഡെയ്സിക്ക് ആകെ ഹാലിളകി. ആ സമയത്താണ് ടോമിച്ചൻ്റെ അമ്മ മരിക്കുന്നത്. ടോമിച്ചൻ അമ്മയുടെ ചടങ്ങ് നടത്താൻ നാട്ടിൽ വന്നു. അതുവരെ ഡെയ്സിയുടെ വീട്ടുകാരും എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുത്തു. ചേട്ടന്മാരും ചേട്ടന്മാരും തങ്ങളുടെ ഇപ്പോഴത്തെ ചുറ്റുപാടെല്ലാം കണ്ട് മനസ്സിലാക്കിയെന്ന് തോന്നിയ ഡെയ്സിക്ക് അവരുടെ മുന്നിൽ ശ്രദ്ധേയതുപോലെ തോന്നി. ആ ഒരു തോന്നൽ കൂടിയായപ്പോൾ ഡെയ്സിക്ക് ഒരു വാശിയായി അവരെ കാണിക്കണമെന്ന്. ഞങ്ങളിപ്പോൾ വലിയ രീതിയിലാണ് ചെയ്യുന്നതെന്ന്. ടോമസിനോട് ഒരുപാട് നാളുകളായി പുതിയൊരു വീട് വയ്ക്കുന്ന കാര്യം ഡെയ്സി പറയുന്നത് ടോമസിൻ്റെ ഡെയ്സിയുടെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ടോമസിൻ്റെ അമ്മ ഡെയ്സിയുടെ അമ്മായിയമ്മ അതെപ്പോഴും വേണ്ടെന്ന് പറയും. ഡെയ്സിയും അമ്മായിയമ്മയും തമ്മിൽ എല്ലാ വീട്ടിലെയും പോലെ അമ്മായിയമ്മ മരുമകൾ പോലും ഉണ്ടായിരുന്നു. അത് അങ്ങനെ വലിയ രീതിയിലല്ലായിരുന്നു എന്ന് മാത്രം. വീട്ടിൽ ഡെയ്സി എന്തെങ്കിലും ചെയ്താൽ അത് ടോമിച്ചൻ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോയി എന്ത് ചെയ്തു എന്ന് എല്ലാം ടോമിച്ചനോട് വിവരിക്കാൻ നിൽക്കണം. ഇപ്പോഴാണെങ്കിൽ അമ്മയില്ല. അതുകൊണ്ട് ടോമിച്ചനെ പിടിച്ച ഡെയ്സി ഇപ്പോൾ ഉള്ള ചെറിയ വീട് പൊളിച്ച് പുതിയ വീട് വയ്ക്കാൻ ഡെയ്സി നിർബന്ധിച്ചു. ടോമിച്ചിന് സാധാ ഒരു വീട് വയ്ക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഡെയ്സിയുടെ നിർബന്ധം കൊണ്ട് നല്ലൊരു പൈസ ലോൺ എടുത്തു ഒരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. വീട് പ്ലാനെല്ലാം ഡെയ്സിയുടെ ഇഷ്ടത്തിനായിരുന്നു. ഡെയ്സി തന്നെയാണ് പ്ലാൻ നോക്കിയെടുത്തത്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി വെക്കുന്ന വീടായിരുന്നില്ല അവരുടെ മനസ്സിൽ. ഡെയ്സിക്ക് നിർബന്ധമായിരുന്നു ചേട്ടന്മാരുടെയും മുന്നിൽ തറൊട്ടും പുറകിലല്ല എന്ന് കാണിക്കണമെന്നത്. അതുകൊണ്ട് തന്നെ ടോമിച്ചിൻ്റെ കോപ്പിലൊതുങ്ങാത്ത ഒരു വീടായിരുന്നു ഡെയ്സിക്ക് ഇഷ്ടപ്പെട്ടത്. ഡെയ്സിയുടെ ആഗ്രഹം കണ്ടപ്പോൾ ടോമിച്ചിന് വൃത്തമൊന്നും പറയാൻ തോന്നിയില്ല. തനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചിരുന്ന പെണ്ണ് അല്ലേ അവൾ. അവൾക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി എന്നായിരുന്നു ടോമിച്ചിൻ്റെ ചിന്ത.
വീടിൻ്റെ കോൺട്രാക്ട് മൊത്തം ടോംസിൻ്റെ ഫ്രണ്ട് കോൺട്രാക്ടർ തന്നെ കൊടുത്തു. എഗ്രിമെൻ്റ് എല്ലാം ടോംസിൻ നാട്ടിലുള്ളപ്പോൾ തന്നെ സൈൻ ചെയ്ത് ടോംസിൻ പോകുന്നതിന് മുമ്പ് വീടിൻ്റെ കല്ലിൽ അവർ നടത്തി. അന്നാണ് ശ്യാം ആദ്യമായി ഡെയ്സിയെ കാണുന്നത്. ശ്യാം ഒരു എഞ്ചിനീയറാണ്. ശ്യാമിനാണ് അവരുടെ വീടിൻ്റെ മൊത്തം ചുമതല. ടോംസിൻ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും തന്നെ പണിക്ക് ഏൽപ്പിക്കണമെന്ന്. ശ്യാമിനെ കോൺട്രാക്ടർക്ക് വലിയ വിശ്വാസമാണ്. ശ്യാമിനെ ഒരു സൈറ്റ് ഏൽപ്പിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, താക്കോൽ കൊടുക്കുന്ന ദിവസം ചെന്നാൽ മതിയെന്ന് കോൺട്രാക്ടർക്ക് നന്നായി അറിയാം. ശ്യാമിന് ഇപ്പോൾ വയസ്സ് 35, കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊന്നും ആയിട്ടില്ല. ഭാര്യ നേഴ്സാണ്, മുംബൈയിൽ ജോലി ചെയ്യുന്നത്. ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ. വീടിൻ്റെ കല്ലിടലിൽ ഡെയ്സി ഒരു സിൽക്ക് സാരിയാണ് എടുത്തത്. ആ സാരിയിൽ ഡെയ്സിയുടെ സൗന്ദര്യം നല്ല പോലെ എടുത്തു കാണിച്ചിരുന്നു. ശ്യാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരുപാട് ചുറ്റുകളികൾ ഉണ്ടായിരുന്നെങ്കിലും കല്യാണത്തിന് ശേഷം അവളൊന്ന് ഒതുങ്ങിയ മട്ടാണ്. വീട് പണി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടോമിച്ചൻ തിരിച്ചുപോയി. പിന്നെ കാര്യങ്ങൾ ശ്യാം ഡെയ്സിയുമായാണ് സംസാരിക്കാറുള്ളത്. വീട് പണി മുന്നോട്ട് പോകുന്നതനുസരിച്ച് ശ്യാം ഡെയ്സിയുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. പല ദിവസങ്ങളിലും ശ്യാം വൈകിട്ട് ആകുമ്പോൾ ഏതെങ്കിലും കാരണം ഉണ്ടാക്കി ഡെയ്സി താമസിക്കുന്ന വാടകട്ടിൽ പോകും. പണിയുടെ കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും പറയും. വീട്ടിലെ സമയത്ത് ഫെബിൻ ഉണ്ടാകുമെന്ന് ശ്യാമിന് അറിയാം. പക്ഷേ ഡെയ്സിയെ അടുത്ത് കാണുന്നത് അവനൊരു ഇഷ്ടമായിരുന്നു. അതുപോലെ ഡെയ്സി എല്ലാ ദിവസവും പണിയൊക്കെ കാണാനും പിന്നെ പണിക്കാർക്ക് ചായ കൊടുക്കാനുമായിട്ട് വീട് പണി നടക്കുന്ന സ്ഥലത്തും വരും. ഡെയ്സിക്ക് ആണെങ്കിൽ ശ്യാമിൻ്റെ ചെറുക്കും ആത്മാർത്ഥതയൊക്കെ ഇഷ്ടപ്പെട്ടു. ശ്യാം പതിയെ പതിയെ ഡെയ്സിയോട് തമാശകളും വീട്ടുകാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ തുടങ്ങി. ശ്യാമിനെ ഡെയ്സിയുടെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ മനസ്സിലായി. അതുപോലെ ഡെയ്സിക്കും ശ്യാമിൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലായി. ഡെയ്സിയുടെ മനസ്സിൽ ശ്യാമിനെ കുറിച്ച് വേണ്ടാത്ത രീതിയിൽ ചിന്തയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്യാമിൻ്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു. വാതിൽ വെച്ചതിൽ പിന്നെ ശ്യാമിൻ്റെ പുതിയ പരിപാടി തുടങ്ങി. വൈകിട്ട് വാതിലും പൂട്ടി താക്കോൽ ഡെയ്സിയെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ അവൻ ഒരു സൈറ്റിലും ചെയ്യാറില്ല. പക്ഷേ അതാകുമ്പോൾ ഡെയ്സിയെ രാവിലെയും വൈകിട്ടും കാണാമെന്നതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദിവസം കുറച്ച് വൈകിയാണ് രാവിലെ പണി തുടങ്ങിയത്. രാവിലെ താക്കോൽ വാങ്ങാൻ വന്ന ശ്യാമിനോട് ഡെയ്സി വൈകിയ കാര്യം തിരക്കി. അപ്പോൾ അവൻ പറഞ്ഞു കെട്ടിയോൾ ഇപ്പോൾ നാട്ടിൽ വന്നു എന്നും അവൾക്ക് ഒരു ജർമ്മനി ഹോസ്പിറ്റലിൽ നിന്നും ഉള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അവൾ അവിടെ കൊണ്ടാക്കിയിട്ടാണ് വന്നത് എന്നും അതാണ് വരാൻ വൈകിയത്. ഡെയ്സി താക്കോൽ കൊടുത്തു. പതിയെ വീട്ടിലെ പണികളെല്ലാം നോക്കി. ഉച്ചയാകുന്നതിന് മുമ്പ് പണിക്കാർക്കുള്ള ചായയുമായി വീട് പണി നടക്കുന്ന സ്ഥലത്ത് ചെന്നു. ഡെയ്സി പണിക്കാർക്ക് ചായ കൊടുത്ത് ശ്യാമുമായി പണിയുടെ കാര്യങ്ങൾ തിരക്കി. പിന്നെ സംസാരം വീട്ടുകാര്യങ്ങൾക്കായി. ഡെയ്സി ശ്യാമിനോട് ഭാര്യയുടെ വിശേഷങ്ങൾക്ക് തിരക്കി. ഭാര്യ ജോലി കിട്ടിയാൽ എപ്പോൾ പോകുമെന്ന് എല്ലാം ശ്യാം അതിനെല്ലാം മറുപടി കൊടുത്തു. ശ്യാമിനെ കുട്ടികളില്ല എന്ന് ഡെയ്സിക്ക് അറിയാം. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഡെയ്സി ശ്യാമിൻ്റെ ഒരു ഉപദേശം കൊടുത്തു. ഭാര്യ പോകുന്നതിന് മുമ്പ് കുട്ടികളാക്കാൻ നോക്കാൻ. പിന്നെ ഒരു സംശയരൂപേണ വല്ല ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, അഡ്രസ്സ് തരാം. വേണമെങ്കിൽ പിന്നീട് വേണമെന്ന് തോന്നുമ്പോൾ ഒന്നും ആക്കില്ല. ഞങ്ങളുടെ അവസ്ഥയായി പോകും. അവസാനത്തെ ഡേസികൾ വന്നെന്ന് മര്യാദ വന്നു പോയതാണ്. ഇതെല്ലാം ഡേസി പറഞ്ഞ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് കരുതിക്കൊണ്ടാണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്ന് എല്ലാം കേട്ടപ്പോൾ ശ്യാമിന് തൻ്റെ ആണത്തിന് ചോദിച്ചിരുന്ന പോലെ തോന്നി. ശ്യാം ഉടനെ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല ചേച്ചി. ശ്യാം ചോദ്യരൂപേണ അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ അവസ്ഥയായി പോകുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഡേസി വായിൽ നിന്ന് വന്നു പോയതിന് അവൾ മനസ്സിലായത്. ഡേസി പക്ഷേ കാര്യം പറഞ്ഞു, ഞങ്ങൾക്കൊരു കുട്ടി വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടോമിച്ചിനെ കൗണ്ട് കുറഞ്ഞു പോയതുകൊണ്ട് അത് നടന്നില്ല. അതിനോടൊപ്പം ഡേസി ഒന്നുകൂടി അവനെ ഓർമ്മിപ്പിച്ചു, ഈ പ്രായത്തിലാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടാകില്ലെന്ന്. ഡേസിയുടെ വായിൽ നിന്നും ഇങ്ങനത്തെ വതാനം കിട വേറെ ഇതിലേക്ക് പോയി. ശ്യാം ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഡേസി അത് കേട്ട് സംശയരൂപേണ എന്താ ശ്യാമിന് എത്ര ഉറപ്പെന്ന് വല്ലയിടത്തും ടെസ്റ്റ് ചെയ്തോ? ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് തന്നെ അറിയാൻ എത്ര മാർഗങ്ങളുണ്ട്. ഡേസിക്ക് ശ്യാം പറഞ്ഞ് മനസ്സിലായില്ല. അവളത് എന്തോ അത് കേട്ട് ഒരു വർഷം ചിരിച്ചിട്ട് പറഞ്ഞു, ടോമിച്ചും ചേച്ചി എന്ത് ചെയ്തപ്പോഴാണ് ഫിബിൻ ജനിച്ചത് അതുപോലെ തന്നെ ഞാൻ. ചേച്ചിയുടെ മനസ്സിൽ വല്ലാത്ത ചിന്തയും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അവൻ പറഞ്ഞത് മനസ്സിലാകാതെ. അപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആണോ? ചേച്ചിയുടെ സ്വന്തം കണ്ട് ശ്യാമിനെ ദേഷ്യവാൻ തുടങ്ങി. വൈഫിനെ മാത്രമേ പ്രഗ്നൻ്റ് ആക്കുമെന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോൾ അറിയിച്ചതായാലും പ്രഗ്നൻ്റ് ആവുമല്ലോ. ഡേസിക്ക് ശ്യാമിന് സംസാരം കണ്ട് ദേഷ്യം വന്നു. ഡേസി ശ്യാമിനെ കുറിച്ച് അങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. ശ്യാം തന്നോട് അങ്ങനെയൊന്നും പറയുമെന്ന് ഡേസി ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവൾ ആ സംസാരം അവിടെ നിർത്തി. ശ്യാമിനോട് ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ എല്ലാം വിചാരിച്ചെന്ന് മുഖം കടുപ്പിച്ച് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ശ്യാമും ചേച്ചിയുടെ മുഖം എത്ര പെട്ടെന്ന് മാറുമെന്ന് കരുതിയില്ല. ചേച്ചി ഞാനെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഡേസി അത് കേൾക്കാൻ നിൽക്കാതെ അവിടെ അവന് മനസ്സിലൊരു വിഷമം തോന്നി, വല്ല കുഴപ്പമാകുമെന്ന്. അപ്പോഴേക്കും ചായ സമയം കഴിഞ്ഞ് പണിക്കാർ പണി തുടങ്ങി. ശ്യാം പണിക്കാരോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്യാമിൻ്റെ മനസ്സ് അവിടെ നിന്നും ആയിരുന്നില്ല. ഡേസിക്കാണെങ്കിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ ശ്യാമിനെ കുറിച്ചായിരുന്നു ചിന്ത. പക്ഷേ ഞാൻ ഇതുപോലൊന്നും അല്ല കരുതിയത്. താൻ അവനെ ഒരു അന്യനായിട്ടാണ് കരുതിയത്. മനുഷ്യന്മാരുടെ സ്വഭാവം എപ്പോഴും വേണമെങ്കിലും മാറാം. ടോമസിനെ എപ്പോഴും നിന്നോട് പറയും ആരും വിശ്വസിക്കരുതെന്ന്. താൻ പക്ഷേ ഒന്ന് ക്ലോസായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങും. എന്നാണ് മനസ്സിലായത്. ഓരോരുത്തന്മാരുടെ കയ്യിലിപ്പോൾ മനസ്സിലിരിക്കും. ഇനി മുതൽ ശ്യാമുമായി ഒരു അകലം വേണമെന്ന് ഡേസി ടോമസിനോട് ശ്യാമത്തിനോട് വർഷത്തിന് പറഞ്ഞാൽ ചേര വിഷമമാകും എന്ന് ഡേസിക്ക് തോന്നി. പിന്നെ വല്ല ദേഷ്യം വന്ന് വീട് പണി നിർത്തുമ്പോൾ എന്ന് ഡേസിക്ക് പേടി വന്നു. ആലോചിച്ച് വീട്ടിലെത്തി ഡേസിക്ക് വീട്ടിൽ പണി നോക്കി. അങ്ങനെ അവിടെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്ത ശ്യാം ഒരു കാരണമുണ്ടാക്കി. ശ്യാം നേരെ പോയത് ഡേസിയുടെ വീട്ടിലേക്കാണ്. രാവിലെ ഫിബിൻ കോളേജിൽ പോകുന്നത് ശ്യാം കണ്ടിരുന്നു. അതുകൊണ്ട് ഫിബിൻ വീട്ടിൽ കാണില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. പോലും വേറെ സൂപ്പർ ഡേസി എന്നാണ് പറഞ്ഞു തുറന്നു. ശ്യാമിനെ കണ്ട് ഡേസി ഒന്ന് മുഖം കടുപ്പിച്ചു. എന്ത് വേണമെന്ന് ചോദിച്ചു. ശ്യാമിന് ചേച്ചിയുടെ സംസാരം കണ്ടപ്പോൾ ഡേസി ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി. ശ്യാം കയ്യിലിരുന്ന് പത്രം നേരെ എടുത്ത് ഡേസിക്ക് നേരെ തേറ്റി. പത്രം വാങ്ങി ഡേസി ഒന്ന് കടുപ്പിച്ച് പറഞ്ഞു, തരേണ്ട ആവശ്യം. ഡേസി അത് കലിപ്പിലാണെന്ന് കണ്ട ശ്യാം, ചേച്ചി അതെനിക്ക് ചേച്ചിയോടൊന്നും സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങളൊന്നും സംസാരിക്കാനില്ല. ശ്യാം അങ്ങനെ പറയില്ല, ചേച്ചിയോടൊന്നും സംസാരിച്ചാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തേക്കാർ ഹള്ളിൽ സോഫയിലിരുന്നു. പുറകെ നടന്നു വന്ന് അവിടെ നിന്നിട്ട് ഡേസി ചോദിച്ചു, ശ്യാമിനെ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്കി. ശ്യാം ഡേസിയുടെ മുത്തേക്ക് തുറച്ചു നോക്കി. അവിടെ നിന്നും ചേച്ചി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ശ്യാം തന്നെ തുറച്ചു നോക്കി ഒന്നും ഉണ്ടായിരിക്കുന്ന കണ്ട ഡേസി എന്താ മറ്റേ പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞു. ചേച്ചി അത് എന്ന് വിൽക്കൊണ്ടിരുന്നു. കാര്യം ചേച്ചിയുടെ മാപ്പ പറയുമ്പോൾ കരുതിയാണ് ശ്യാം വന്നത്. പക്ഷേ ചേച്ചിയെ കണ്ട് അവനൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്യാമിൻ്റെ പിക്ചർ കണ്ട ഡേസി അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി അവനോട് പറഞ്ഞു, നീ ഒന്നും മനസ്സിൽ വെച്ച് അല്ലാതെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി.
ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ഇനി ഇങ്ങനെ വല്ലതും നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഞാൻ തോമസിനെ വിളിച്ച് കാര്യം പറയും. ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞുകൂടെ എടുക്കാൻ കുട്ടികളുടെ ഷാപ്പിൽ സോഫയിൽ നിന്ന് വേണ്ടിയിട്ടു. ലിസിക്ക് ആശ്വാസമായി അവൻ്റെ പോകാനുള്ള പുറപ്പെടുന്നുണ്ട്. ഷാം നേരെ നടന്ന് മുൻവാതിലെത്തി പുറത്ത് ഇറങ്ങുന്നതിന് പകരം ഷാ തുറന്നു കിടന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. നേരെ നടന്ന് ഡേസിയുടെ അടുത്തേക്ക് വന്നു. ശ്യാമിൻ്റെ പ്രവൃത്തികൾ കണ്ട് പേടിച്ച് നിന്ന് ഡേസിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു, അപ്പോൾ അത് ആ സമയത്ത് എൻ്റെ വായിൽ നിന്ന് വന്നു പോയത്. പക്ഷേ ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. പിന്നീട് ശ്യാം പറഞ്ഞ കാര്യങ്ങളോട് ഡേസിക്കും യോജിപ്പായിരുന്നു. തൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്നതെല്ലാം ഡേസി അവന് മുന്നിൽ പിന്നെ സമ്മതത്തോടെ തന്നെ തുറന്ന് കാണിക്കേണ്ടി വന്നു. ടോമിച്ചിൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് ജീവിക്കേണ്ടി വന്നതെന്ന് അന്നേരമാണ് ഡേസിക്ക് മനസ്സിലായത്. പിന്നീട് അങ്ങോട്ട് അവരുടെ സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട് പണി വളരെ പെട്ടെന്ന് തന്നെ നടന്നുപോയി. ശ്യാം എല്ലാ കാര്യത്തിനും ഡേസിക്ക് തുണയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടോമസ് നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് തന്നെയായിരുന്നു ശ്യാമിൻ്റെ കല്യാണവും. അവരോട് പ്രത്യേകം ക്ഷണിച്ചിരുന്നതുകൊണ്ട് ഡേസിയും ടോമിച്ചനും ഫെബിനും കൂടി കല്യാണത്തിന് പോയിരുന്നു. ഡേസി അവരെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിച്ചു. ഇത്രയും കഴിവുള്ള ഒരു ഭർത്താവിന് കിട്ടിയതിൽ നീ ഭാഗ്യവതിയാണെന്ന് ശ്യാമിൻ്റെ ഭാര്യയോട് ഡേസി പറഞ്ഞു. അത് കേട്ട് അവരും ഒത്തിരി സന്തോഷിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.